എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ മെനു ആയിട്ടാണ്. ഒരു 5 കോഴ്സ് മീലാണ് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ചോക്ലേറ്റ് സ്ട്രോബെറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴുത്ത സ്ട്രോബെറി എടുക്കുക, നന്നായി കഴുകി തുടച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ചോക്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കാം. ഇത് മൈക്രോവേവ് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയോ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ട്രോബെറീസ് ഒരു സ്ക്യൂവറിലൊന്ന് കുത്തിയിട്ട് ഈ ഒരു ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ സ്ട്രോബെറീസും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ചോക്ലേറ്റ് സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, മൊഹിറ്റോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആൽക്കഹോളിക് വേർഷനാണ്. ആൽക്കഹോൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പകുതി ചെറിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ്സിനാണ്. പിന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞതിന് ശേഷം. പിന്നെ ഒരു 5-6 പുതിനയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു നീരൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഐസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇനി ഒന്നുകൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ചതച്ചിടാവുന്നതാണ്. ക്രഷ് ചെയ്ത് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽക്കഹോളാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ബക്കാഡിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും കുറേ ഐസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോഡ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റോ വൈറ്റ് കളറിൽ ഏതെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. മധുരമുള്ളതാണ്. സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൊഹിറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മളൊരു സ്റ്റാർട്ടർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗാർലിക് പ്രോൺസ് ഇൻ ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ഒന്ന് മിൻസ് ചെയ്തതാണ്, വളരെ പൊടിയായിട്ട് അരിഞ്ഞത്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 200 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു വലുപ്പമുള്ള പ്രോൺസ് എടുക്കുമ്പോഴാണ് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. പ്രോൺസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രോൺസ് ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വളരെ കുറച്ച് വേണം ചേർക്കാൻ. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാഴ്സ്ലി ലീവ്സ് പൊടിയായിട്ട് അരിഞ്ഞാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീം എന്ന് പറയുന്നത് ഫാറ്റ് പെർസെൻറ്റേജ് കുറവുള്ള ക്രീമാണ്. ഇതൊരു 13% ഫാറ്റുള്ള ക്രീമാണ്. അതൊരു 100 മില്ലി അത്രയും തന്നെ ചേർത്താൽ മതി, ഒരുപാട് കൂടരുത്. ഇനി ആ ഒരു ക്രീമിൽ കിടന്ന് പ്രോൺസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അവസാനം കുറച്ച് പാർമീസും ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് സ്റ്റാർട്ടറായിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മോസറല്ല ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ അല്ലാതെ പ്രോസസ്ഡ് ആയിട്ടുള്ള മോസറല്ല ചീസും എടുക്കാവുന്നതാണ്. 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തങ്ങ് വിട്ട് മാറ്റരുത്. ആ ഒരു ജോയിൻ്റ് അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പെസ്റ്റോ സോസാണ്, ഇത് ബേസിൽ ലീവ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സോസാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ആ ഒരു ചീസും പിന്നെ സൺ ഡ്രൈഡ് ടൊമാറ്റോസും കുറച്ച് ബ്രോക്കോളിയും കൂടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ബ്രോക്കോളിക്ക് പകരം നിങ്ങൾക്ക് ചീര ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് കുത്തി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് 2 സൈഡും ഒരു 5 മിനിറ്റ് വീതം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. പാനിലിട്ടല്ല നമ്മളിത് മുഴുവനായിട്ടും കുക്ക് ചെയ്തെടുക്കുന്നത്. 2 സൈഡും 5 മിനിറ്റ് വീതം ഒന്ന് ആ ഒരു രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ബാക്കി നമ്മളിനി ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുകയോ എയർ ഫ്രൈ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. 220 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റും കൂടെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു ടൂത്ത് പിക്കൊക്കെ ഒന്ന് ഊരി മാറ്റണം. ഇപ്പോൾ ആ ഒരു ചിക്കൻ പീസ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ചതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നല്ല സോഫ്റ്റാണ്, ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഗാർലിക് ബ്രെഡ് ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു 50 ഗ്രാം ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് പാഴ്സലി ലീവ്സ്, പിന്നെ കുറച്ച് ബ്രോക്കോളി പൊടിയായിട്ട് അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഒറിഗാനോ, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒരു ചേഞ്ചിന് കുറച്ച് ബ്രോക്കോളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. ഇതിലേക്ക് കുറച്ച് പാർമീഷൻ ചീസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡുകൾ എടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന ബ്രെഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് പാക്കറ്റിൽ കിട്ടുന്ന ബ്രെഡിനെക്കാട്ടിൽ. അപ്പോൾ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ പേപ്പർ ലൈൻ ചെയ്തിട്ട് ആണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പാനിലും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ബ്രെഡിലെ കഷ്ണങ്ങളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ മിക്സും പിന്നെ കുറച്ച് മോസറല്ല ചീസും കൂടെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് ബേക്ക് ചെയ്താൽ ഇത് ഹാർഡായി പോവും. മുകളിലുള്ള ചീസ് മെൽറ്റ് ചെയ്യുന്നിടം വരെ മാത്രം ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 8 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്താണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗാർലിക് ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഡെസേർട്ടായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 250 മില്ലിയാണ്. പിന്നെ 1/2 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, 1 നുള്ള് ഉപ്പും. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടകൾ ഒട്ടും തന്നെ ഇല്ലാതെ നന്നായിട്ടിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ആണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ്, ചെറിയ തരികളുള്ളത്. പൊടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 100 മില്ലി വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ബീറ്ററൊന്നും വേണ്ട, ഒരു വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചൂടുവെള്ളമായിട്ട് ഒഴിച്ചിട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിന് പകരം പാലെടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മോയ്സ്റ്റായിട്ട് നമുക്കിത് കടിക്കാനായിട്ട് കിട്ടും. ഇനി ഇത് കപ്പ് കേക്ക് മോൾഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേയിലോ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഇത് ബേക്ക് ചെയ്യാവുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ പ്രോൺസാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ചീസ് ബോർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ചീസ് ബോർഡാണ്. അപ്പോൾ അതിൽ വന്നിട്ട് ചീസും കുറച്ച് ഹാമും ഒലിവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിന് ചിക്കൻ ബ്രസ്റ്റ്, സ്റ്റഫ്ഡ് ചിക്കൻ ബ്രസ്റ്റും അതുപോലെ ഗാർലിക് ബ്രെഡുമാണ്. പിന്നെ നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കപ്പ് കേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ്. അതുകൂടാതെ നമ്മൾ മൊഹിറ്റോയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെനു ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ഇതുപോലെ തന്നെ ഒരു മെനു നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്